ഹായ്, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ജ്ഞാനേന്ദ്രിയങ്ങളെ പറ്റിയായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ണിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബാക്കിയുള്ള നമ്മളുടെ 4 ജ്ഞാനേന്ദ്രിയങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നമ്മളുടെ 5 ജ്ഞാനേന്ദ്രിയങ്ങളാണ് കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിവ. അതിൽ നമ്മൾ കണ്ണിനെക്കുറിച്ച് ഇന്നലെ നോക്കി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനുള്ളത് ബാക്കിയുള്ള 4 എണ്ണത്തെക്കുറിച്ചാണ്. അതിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് നമ്മളുടെ ചെവിനെ കുറിച്ചാണ്. അപ്പോൾ ചെവിയെക്കുറിച്ചുള്ള പഠനമാണ് ഓട്ടോളജി എന്നറിയപ്പെടുന്നത്. ഓക്കെ, ചെവിയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓട്ടോളജി എന്നതാണ്. ശ്രവണം, ഗന്ധം, രുചി എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് ഓട്ടോ ലാരിംഗോളജി എന്നറിയപ്പെടുന്നത്. ഇത് മൂന്നിനെയും കൂടെ ശ്രവണം, കേൾവി, ഗന്ധം, രുചി എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് ഓട്ടോ ലാരിംഗോളജി എന്നുള്ളത്. എന്നാൽ ചെവിയെക്കുറിച്ചുള്ള പഠനമാണ് ഓട്ടോളജി എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി ചെവി എന്ന് പറയുന്നത് നമ്മളുടെ കേൾവിക്കും ശരീരത്തിൻ്റെ തുലന നില പാലിക്കാനും സഹായിക്കുന്ന അവയവമാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ചെവി എന്ന് പറയുന്നത് നമുക്ക് കേൾക്കാൻ സഹായിക്കുന്ന അവയവം മാത്രമല്ല, എന്തിനും കൂടെ സഹായിക്കുന്നുണ്ട്, ശരീരത്തിൻ്റെ തുലന നില പാലിക്കാനും കൂടെ ചെവി സഹായിക്കുന്നുണ്ട്. നമ്മൾ ഈ ശരീര തുലനനില പാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ഏതാണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സെറിബെല്ലം എന്നാണ്. എന്നാൽ കേൾവി എന്ന അനുഭവം സാധ്യമാക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗമാണ് സെറിബ്രം. ഓക്കെ, അത് തമ്മിൽ മാറിപ്പോവരുത്. നമ്മളുടെ ശരീര തുലനനില പാലിക്കാനും അതുപോലെ തന്നെ കേൾവി എന്ന അനുഭവം സാധ്യമാക്കുന്ന അവയവമാണ് ചെവി. എന്നാൽ ശരീര തുലനാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. പക്ഷെ കേൾവി എന്ന അനുഭവം സാധ്യമാക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗമാണ് സെറിബ്രം എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി ചെവിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. ഓക്കെ, അപ്പം മൊത്തം നമ്മളുടെ ചെവി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പുറത്ത് കാണുന്ന ചെവി മാത്രമല്ലല്ലോ, അതിനകത്തേക്ക് കുറേ കാര്യങ്ങൾ കൂടെ ഉണ്ട്. അപ്പോൾ ആ മൊത്തം ചെവിനെയും നമ്മൾ 3ആയി ഭാഗിക്കുന്നുണ്ട്. ഒന്ന് ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം എന്നിങ്ങനെയായിട്ടാണ് 3ആയി ഭാഗിക്കുന്നത്. ഇനി ബാഹ്യകർണത്തിൻ്റെ ഭാഗങ്ങളാണ് ചെവിക്കൂട, കർണനാളം, കർണപടം എന്നിവ. നമ്മൾ ഈ പുറത്ത് കാണുന്ന നമ്മളുടെ ചെവിയുടെ ഭാഗമാണ് ചെവിക്കൂട. ഓക്കെ, അതിനുശേഷം ഉള്ള കർണനാളവും കർണപടവും ചേർന്നതാണ് ബാഹ്യകർണം എന്ന് പറയുന്നത്. എന്നാൽ മധ്യകർണം എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗങ്ങൾ കർണപടം, അസ്ഥിശൃംഖല, ഓവൽ വിൻഡോ, യൂസ്റ്റേഷ്യൻ നാളി, റൗണ്ട് വിൻഡോ എന്നിവയാണ്. ഓക്കെ, ഈ കർണപടം എന്നുള്ളത് ബാഹ്യകർണത്തെയും മധ്യകർണത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ. അപ്പം അത് നമുക്കത് രണ്ടിൻ്റെയും ഭാഗമായിട്ട് പറയാൻ കഴിയും. അപ്പം മധ്യകർണത്തിൻ്റെ ഭാഗങ്ങൾ പറയുന്ന സമയത്ത് നമുക്ക് കർണപടം ഉൾക്കൊള്ളിക്കാം. അതുപോലെ അസ്ഥിശൃംഖല, ഓവൽ വിൻഡോ, യൂസ്റ്റേഷ്യൻ നാളി, റൗണ്ട് വിൻഡോ എന്നിവയാണ് മധ്യകർണത്തിൻ്റെ ഭാഗങ്ങളായിട്ട് വരുന്നത്. ഇനി ആന്തരകർണത്തിൻ്റെ ഭാഗങ്ങളായിട്ട് വരുന്നത് വെസ്റ്റിബ്യൂള്, കോക്ലിയ, വെസ്റ്റിബുലാർ നാഡി, അർദ്ധവൃത്താകാര കുഴലുകൾ, ശ്രവണനാഡി എന്നിവയാണ്. ബാഹ്യകർണത്തിൻ്റെ ഭാഗങ്ങൾ ചെവിക്കുട, കർണനാളം, നമുക്ക് കർണപടം കൂടി ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ മധ്യകർണത്തിൻ്റെ ഭാഗങ്ങൾ കർണപടം, അസ്ഥിശൃംഖല, ഓവൽ വിൻഡോ, യൂസ്റ്റേഷ്യൻ നാളി, റൗണ്ട് വിൻഡോ. ഇനി ആന്തരകർണത്തിൻ്റെ ഭാഗങ്ങളാണ് വെസ്റ്റിബ്യൂള്, കോക്ലിയ, വെസ്റ്റിബുലാർ നാഡി, അർദ്ധവൃത്താകാര കുഴലുകൾ, ശ്രവണനാഡി. ഇവർ ഏത് ഭാഗത്തെയാണ് എന്നുള്ളത്, അതായത് ബാഹ്യകർണത്തിൻ്റെ ആണോ മധ്യകർണത്തിൻ്റെ ആണോ ആന്തരകർണത്തിൻ്റെ ആണോ എന്നുള്ളത് ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. PSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അസ്ഥിശൃംഖല കാണപ്പെടുന്നത് നമ്മളുടെ ചെവിയുടെ ഏത് ഭാഗത്തിലാണ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാം ഏത് ഭാഗത്താണ് കാണപ്പെടുന്നത് എന്നുള്ളതൊന്ന് ഓർത്ത് വെക്കാനായിട്ട് നോക്കുക. ഇനി ചെവീൻ്റെ പിക്ചേഴ്സ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഇതായിരിക്കുന്ന നമ്മളുടെ ചെവീൻ്റെ ഒരു ഛേദം, നെടുകെ ഇങ്ങനെ മുറിച്ചിട്ടുള്ള ഒരു ഛേദമാണ് ഇത്. ഇവിടെ കാണുന്നതാണ് നമ്മൾ പുറത്തേക്ക് കാണുന്ന നമ്മളുടെ ചെവി. ഓക്കെ, പുറത്ത് കാണുന്നത് പിന്ന അല്ലെങ്കിൽ ചെവിക്കുട എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഈ കർണനാളം എന്ന് പറയുന്നത് നമ്മൾ ഈ കനാലാണ്. ഓക്കെ,
ഈ കനാലയാണ് നമ്മൾ ഇതെല്ലാം ബാഹ്യകർണത്തിൻ്റെ ഭാഗമാണ്, കർണനാളവും അതുപോലെ തന്നെ ചെവിക്കൂടയും. ഇനി കർണപടം എന്ന് പറയുന്നതാണ് ഈ സാധനം. ഓക്കെ, ടിംപാനിക് മെംബ്രെയിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കർണപടം എന്ന് പറയുന്നത്. അത് എന്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പറയുന്നത്, എക്സ്റ്റേണൽ ഇയറിൻ്റെ ബാഹ്യകർണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ടിംപാനിക് മെംബ്രെയിനും അതുപോലെ തന്നെ നമ്മളുടെ അതായത് കർണപടവും കർണനാളവും ചെവിക്കൂടയും. ഓക്കെ, അടുത്തത് നമ്മുടെ മധ്യകർണത്തിൻ്റെ ഭാഗത്തെ പറയുന്നതാണ് ദ ടിംപാനിക് കാവിറ്റി. ഇവിടെയുള്ള നമ്മളുടെ കർണപടത്തിന് ശേഷമുള്ള ഒരു ഭാഗം, അതുപോലെ തന്നെ അസ്ഥി ശൃംഖല മാലിയസ് ഇൻകസ് ടേപ്പിസ് എന്നുള്ളതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അസ്ഥി ശൃംഖല എന്നുള്ള പേരിൽ പറയുന്നത്. ഇതാ ഇവിടെ നമ്മളുടെ കോക്ലിയ കാണുന്നുണ്ട്, അതുപോലെ തന്നെ യൂസ്റ്റേഷ്യൻ ട്യൂബും കാണുന്നുണ്ട്, അതുപോലെ തന്നെ റൗണ്ട് വിൻഡോ എന്നുള്ളതുണ്ട്, അതുപോലെ തന്നെ സ്റ്റേപ്പിസ് നമ്മളുടെ ഓവൽ വിൻഡോയുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതെല്ലാം പറയുന്നുണ്ട്. ഈ കാണുന്ന ഈ ഒരു ഇത് കാണുന്നില്ലേ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അർദ്ധവൃത്താകാര കുഴലുകൾ എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ വെസ്റ്റിബ്യൂളും വെസ്റ്റിബുലാർ നാഡിയും എല്ലാം തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും. ഈ കോക്ലിയർ നെർവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ശ്രവണ നാഡി എന്നുള്ളതിനെ വെച്ച് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ചെവി. ഓക്കെ, അപ്പോൾ ബാഹ്യകർണത്തിൻ്റെ ഭാഗങ്ങൾ എന്തെല്ലാമാണ്, മധ്യകർണത്തിൻ്റെ ഭാഗങ്ങൾ എന്തെല്ലാമാണ്, അതുപോലെ ആന്തരകർണത്തിൻ്റെ ഭാഗങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളത് നമ്മൾ ഈ ചെവിൻ്റെ ഈ പിക്ചർ വെച്ചിട്ട് നോക്കി. അത് ജസ്റ്റ് എന്തെല്ലാമാണ്, ഏത് ഭാഗത്താണത് പെടുന്നത് എന്നുള്ളത് മാത്രം ഒന്ന് ഓർത്തു വെച്ചാൽ മതി കേട്ടോ. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളതാണ് എങ്ങനെയാണ് നമുക്ക് കേൾവി സാധ്യമാകുന്നത് എന്നുള്ളതിനെക്കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. എങ്ങനെ നമുക്ക് കേൾവി സാധ്യമാകുന്നത് എന്ന് ചോദിച്ചാൽ, അന്തരീക്ഷത്തിൽ തരംഗങ്ങളായി സഞ്ചരിക്കുന്ന ശബ്ദം, നമ്മളിപ്പോൾ എല്ലാം സംസാരിക്കുമ്പോൾ പുറത്തു വരുന്ന ശബ്ദങ്ങളും തരംഗ രൂപത്തിലാണ് നമ്മളുടെ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുന്നത്. അപ്പോൾ ആ തരംഗ രൂപത്തിലുള്ള നമ്മളുടെ ആ ശബ്ദത്തെ നമ്മളുടെ ഈ ചെവിൻ്റെ പുറം ഭാഗമായിട്ടുള്ള ബാഹ്യകർണത്തിലെ ചെവിക്കൂട എന്ത് ചെയ്യും, അത് നമ്മളുടെ കർണനാളത്തിലേക്ക് ഇങ്ങനെ ആ ശബ്ദ തരംഗങ്ങളെല്ലാം കളക്ട് ചെയ്തിട്ട് നമ്മളുടെ ഈ കർണനാളത്തിലേക്ക് പറഞ്ഞയക്കും. അത് ആ കർണനാളത്തിലൂടെ പോയിട്ട് കർണപടത്തിൽ തട്ടും. ഈ കർണപടം എന്ന് പറയുന്നത് ഇപ്പം നമ്മളുടെ ഡ്രമ്മൊക്കെ ഇല്ലേ, നമ്മൾ ചെണ്ടേൻ്റെ ആ മേലെ നമ്മൾ കൊട്ടുന്ന സ്ഥലമില്ലേ, അതുപോലെ ഇങ്ങനെ വലിച്ച് വെച്ചിരിക്കുന്ന പോലെയുള്ള ഒരു വളരെയധികം നേർത്തതായിട്ടുള്ള ഒരു ഫിലിമാണ്. ഓക്കെ, അപ്പോൾ ആ കർണപടത്തിൽ ഈ ശബ്ദ തരംഗങ്ങൾ പോയിട്ട് തട്ടും. അപ്പോൾ ഈ കർണപടത്തിൻ്റെ വിറയൽ നമ്മളുടെ മാലിയസ് ഇൻകസ് ടേപ്പിസ് എന്നുള്ള 3 അസ്ഥികളുണ്ടല്ലോ, അതിലൂടെ സഞ്ചരിച്ചിട്ട് ബാക്കി നമ്മൾ ആന്തരിക കർണത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അതിലൂടെയെല്ലാം സഞ്ചരിച്ചിട്ട് നമ്മളുടെ ആ കോക്ലിയർ നെർവ് വഴി ശ്രവണ നാഡി വഴി നമ്മളുടെ തലച്ചോറിലേക്ക് എത്തുന്നു. അപ്പം തലച്ചോറ് ഇതെല്ലാമാണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് നമുക്ക് കേൾവി സാധ്യമാകുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ശബ്ദതരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്ന ബാഹ്യകർണത്തിലെ ഭാഗമാണ് പിന്നെ ഈ ശബ്ദതരംഗങ്ങളെ കർണപടത്തിലേക്ക് നയിക്കുന്ന ബാഹ്യകർണത്തിലെ ഭാഗമാണ് കർണനാളം. അതിൻ്റെ ഇംഗ്ലീഷാണ് ഓഡിറ്ററി കനാൽ എന്നറിയപ്പെടുന്നത്. പിന്നെ മധ്യകർണത്തെ ബാഹ്യകർണത്തിൽ നിന്നും വേർതിരിക്കുന്ന വൃത്താകൃതിയിലുള്ള സ്ഥലമാണ് കർണപടം എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി ഈ കർണപടം നമ്മളുടെ ആ കർണനാളത്തിലൂടെ വന്നിട്ടുള്ള ശബ്ദതരംഗങ്ങൾക്കനുസരിച്ചിട്ട് കമ്പനം ചെയ്യപ്പെടും. പിന്നെ നമ്മളുടെ മധ്യകർണത്തിലെ മാലിയസ് ഇൻകസ് ടേപ്പിസ് എന്നിവ അതിലൂടെയെല്ലാം ഈ കമ്പനം ചലിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ സ്റ്റേപ്പിസിൻ്റെ ചലനത്തിലൂടെ കോക്ലിയർ ദ്രവത്തിൻ്റെ ചലനത്തിന് സഹായിക്കും, ഓവൽ വിൻഡോ സഹായിക്കും. അങ്ങനെ അവിടെയുള്ള ദ്രവങ്ങളുടെയും അതിൻ്റെ എല്ലാം കമ്പനങ്ങൾ മൂലം നമ്മളുടെ ആ ശ്രവണ നാഡി വഴിയാണ് നമ്മളുടെ ബ്രെയിനിലേക്ക് അല്ലെങ്കിൽ തലച്ചോറിലേക്ക് ശബ്ദത്തിൻ്റെ ആവേഗങ്ങൾ എത്തുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു നമ്മളുടെ മധ്യകർണത്തിലെ മാലിയസ് ഇൻകസ് ടേപ്പിസ് എന്നീ അസ്ഥികൾ ഉണ്ട് എന്നുള്ളത് പറഞ്ഞു. പിന്നെ PSC എപ്പോഴും എടുത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏത് എന്നുള്ളത്. നമ്മളുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാ? ഒന്ന് താഴെ വേഗം കമൻറ്റ് ചെയ്തേ അറിയാവുന്നവർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി അത് നമ്മളുടെ സ്റ്റേപ്പിസ് ആണ്. ഓക്കെ, മാലിയസ് ഇൻകസ് ടേപ്പിസിലെ സ്റ്റേപ്പിസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി.
ഈ അസ്ഥികളുടെ, അതായത് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് എന്നിവയിൽ ഏറ്റവും ചെറുതാണ് സ്റ്റേപ്പിസ് എന്നുള്ളതും പഠിക്കണം. അതുപോലെ തന്നെ ഇവരുടെ ആകൃതിയെയും പഠിക്കണം. ഓക്കെ, അപ്പം മാലിയസ് എന്നുള്ളതിൻ്റെ ആകൃതി ചുറ്റികയുടെ ആകൃതിയാണ് ഉള്ളത്. ഓക്കെ, ചുറ്റികയുടെ ആകൃതിയുള്ളത് മാലിയസിനും. ഇനി കുടക്കല്ലിൻ്റെ, അതായത് നമ്മുടെ മഷ്റൂമിൻ്റെ പോലെയുള്ള ആകൃതിയുള്ള മധ്യകർണത്തിലെ അസ്ഥിയാണ് ഇൻകസ്. ഓക്കെ, കൂണിൻ്റെ ആകൃതി അല്ലെങ്കിൽ കൂടക്കല്ലിൻ്റെ ആകൃതി അതെല്ലാം ഉള്ളത് ഇൻകസിന് ആണ്. ഇനി സ്റ്റേപ്പിസ്, നമ്മളുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയായിട്ടുള്ള സ്റ്റേപ്പിസിൻ്റെ ആകൃതിയാണ് കുതിര സവാരിക്കാരൻ്റെ പാദധാരയുടെ, അതുപോലെ അല്ലെങ്കിൽ കുതിരലാടത്തിൻ്റെ എന്നും കേട്ടിട്ടുണ്ട്. അതായത് നമ്മൾ ഈ കുതിരേൻ്റെ മേലെ കയറുന്ന സമയത്ത് ഒരു കാല് നമ്മൾ ആ കുതിരേൻ്റെ മേലെ ഒരു ഇരുമ്പോണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനത്തിൽ ഇങ്ങനെ കാല് കയറ്റി വെച്ച് ഉറപ്പിച്ച് വെക്കുമല്ലോ, ആ ഒരു സാധനത്തിൻ്റെ ഷേപ്പാണ് ആർക്കുള്ളത്? സ്റ്റേപ്പിസിനുള്ളത്. കുതിര സവാരിക്കാരൻ്റെ പാദധാരയുടെ ആകൃതി എന്നും പറയാം, അല്ലെങ്കിൽ കുതിരലാടത്തിൻ്റെ ആകൃതി എന്നുള്ളതും PSC ചോദിച്ചു കണ്ടിട്ടുണ്ട്. ആ ആകൃതി ഉള്ളത് സ്റ്റേപ്പിസിന് ആണ്. ചുറ്റിക മാലിയസും കുടക്കല്ല് ഇൻകസും കുതിര സവാരിക്കാരൻ്റെ അല്ലെങ്കിൽ കുതിരലാടത്തിൻ്റെ ആകൃതി സ്റ്റേപ്പിസിന്. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ആന്തരകർണത്തിൻ്റെ ഭാഗങ്ങളാണ് അർദ്ധവൃത്താകാര കുഴലുകൾ, വെസ്റ്റിബ്യൂള്, കോക്ലിയ എന്നിവ. ഈ വെസ്റ്റിബ്യൂളിൻ്റെ 2 ഭാഗങ്ങളാണ് യൂട്രിക്കിളും സാക്യൂളും. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ട് വെച്ചേക്കുക. പേരെല്ലാം പുതിയതുപോലെ തോന്നും, എന്നാലും ഈ പേരുകളെല്ലാം ഉൾക്കൊള്ളുന്നത് ചെവിയിലാണ് എന്നുള്ളതൊന്ന് ഓർത്ത് വയ്ക്കുക. യൂട്രിക്കിള്, സാക്യൂള് എന്നിവ വെസ്റ്റിബ്യൂളിൻ്റെ 2 ഭാഗങ്ങളാണ്. ഓക്കെ, ഇനി വെസ്റ്റിബ്യൂളിലുള്ള ചുണ്ണാമ്പ് തരികളാണ് ഓട്ടോലിത്ത് എന്നറിയപ്പെടുന്നത്. ഈ ശരീരത്തിൻ്റെ ചലനം മൂലം ചലിക്കുന്നത് ഈ ഓട്ടോലിത്തുകളാണ്. ഈ ഓട്ടോലിത്തുകൾ നമ്മളിങ്ങോട്ട് ചെവി ഇങ്ങനെ, അതായത് നമ്മളിപ്പോൾ റൈറ്റ് സൈഡിലേക്ക് നമ്മളുടെ തല ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓട്ടോലിത്തുകൾ ലെഫ്റ്റ് സൈഡിലേക്ക് ചരിഞ്ഞു നിൽക്കും. അങ്ങനെയാണ് നമ്മളുടെ ശരീരത്തിൻ്റെ തുലനം അല്ലെങ്കിൽ തുലനാവസ്ഥ അവർ നിലനിർത്താനായിട്ട് സഹായിക്കുന്നത്. ഇനി ശ്രവണത്തിന് സഹായിക്കുന്ന ചെവിയിലെ ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ, അതായത് സ്പെസിഫിക്കലി എടുത്ത് ചോദിച്ചാൽ അത് കോക്ലിയ ആണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക കേട്ടോ. ശ്രവണത്തിന് സഹായിക്കുന്ന ചെവിയിലെ ഭാഗം ഏത് എന്നെടുത്ത് ചോദിച്ചാൽ അത് കോക്ലിയ ആണ്. ഇനി മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിൻ്റെ പരിധി എത്രയാ? അത് PSC റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പരിധിയുടെ മാക്സിമം എത്രയാണ്, പരിധിയുടെ മിനിമം എത്രയാണ് എന്നുള്ളതെല്ലാം തന്നെ PSC ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അത് എത്രയാണെന്ന് അറിയാവുന്നവരൊന്ന് താഴെ വേഗം ഒന്ന് കമൻറ്റ് ചെയ്തേ. മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിൻ്റെ പരിധി എത്രയാ? അത് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. ഓക്കെ, മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിൻ്റെ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി നമ്മളുടെ ആന്തരകർണത്തിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകങ്ങളുണ്ട്. കുറച്ച് ടൈപ്പ് ഓഫ് ദ്രാവകങ്ങൾ നമ്മളുടെ ചെവിയിലുണ്ട്. അതേതെല്ലാമാണ് എന്ന് ചോദിച്ചാൽ അത് പെരിലിംഫും എൻഡോലിംഫുമാണ്. ഓക്കെ, പെരിലിംഫും എൻഡോലിംഫുമാണ് ആന്തരകർണത്തിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകങ്ങൾ എന്നുള്ളത് ഓർത്ത് വയ്ക്കണം. ഇനി ചെവിക്കുള്ളിൽ സവിശേഷ ഗ്രന്ഥികളായിട്ടുള്ള മെഴുക് ഗ്രന്ഥികൾ കാണപ്പെടുന്നത് കർണനാളത്തിലാണ്. ഓക്കെ, നമ്മളിപ്പോൾ ചെവിയിൽ അഴുക്ക് എന്ന് പറഞ്ഞെടുക്കില്ലേ, അതെല്ലാം ശരിക്കും എന്തിനാണ്? നമ്മളുടെ ചെവിനെ പുറത്തു നിന്നുള്ള മൈക്രോ ഓർഗാനിസംസിൽ നിന്നും നമ്മളുടെ അവരെല്ലാം ഉള്ളിലേക്ക് കടത്തി വിടാതിരിക്കാനായിട്ടാണ് നമ്മളുടെ ചെവിയിലുള്ള മെഴുക്ക് ഉള്ളത്. അങ്ങനെ നമ്മളുടെ ചെവിക്കുള്ളിൽ മെഴുക്ക് ഗ്രന്ഥികൾ കാണപ്പെടുന്നത് കർണനാളത്തിലാണ്. ഓക്കെ, ഇനി മധ്യകർണത്തെയും ആന്തരകർണത്തെയും വേർതിരിക്കുന്ന ചെവിയുടെ ഭാഗമാണ് ഓവൽ വിൻഡോ. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ശ്രവണത്തിന് സഹായിക്കുന്ന ചെവിയുടെ ആന്തരകർണത്തിൻ്റെ ഭാഗം ഏത് എന്ന് ചോദിച്ചു. അത് നമ്മൾ കോക്ലിയ എന്ന് പറഞ്ഞു. ആ കോക്ലിയൻ്റെ ഷേപ്പ് നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ? ഇതാണ് കോക്ലിയ. ഇതിൻ്റെ ഷേപ്പ് കാണുന്ന സമയത്ത് എന്തിൻ്റെ പോലെയുണ്ട്? ഈ ഷേപ്പ് നമ്മൾ പിന്നെ വേറെ എവിടെയാണ് കണ്ടിരിക്കുന്നത്? നമ്മളുടെ ഒച്ചിൻ്റെ
തോടിൻ്റെ ആകൃതിയാണ് എന്തിനുള്ളത്, ഈ കോക്ലിയയ്ക്ക് ഉള്ളത്. ഓക്കെ, പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞു നമ്മളുടെ ശബ്ദപരിധി അല്ലെങ്കിൽ ശ്രവണപരിധി എന്ന് പറയുന്നത് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ 20 ഹെർട്സിൽ താഴെയുള്ള ശബ്ദം അറിയപ്പെടുന്നത് ഇൻഫ്രാസോണിക് എന്നാണ്. എങ്ങനെയാണ്? 20 ഹെർട്സിൽ താഴെയുള്ള ശബ്ദം അറിയപ്പെടുന്നത് ഇൻഫ്രാസോണിക് എന്നാണ്. 20 ഹെർട്സിന് താഴെയുള്ള ശബ്ദം അറിയപ്പെടുന്നത് ഇൻഫ്രാസോണിക് എന്നാണ്. എന്നാൽ നമ്മൾ പറഞ്ഞിട്ടുള്ള 20,000 ഹെർട്സിന് മുകളിലുള്ള ശബ്ദത്തെയാണ് നമ്മൾ അൾട്രാസോണിക് ശബ്ദങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, 20 ഹെർട്സിന് താഴെയുള്ളതിനെ നമ്മൾ ഇൻഫ്രാസോണിക് എന്ന് പറയുന്നു. എന്നാൽ 20,000 ഹെർട്സിന് മുകളിലുള്ള ശബ്ദം അൾട്രാസോണിക് എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് ഈ ഇൻഫ്രാസോണിക്കും കേൾക്കാൻ കഴിയില്ല, അൾട്രാസോണിക് സൗണ്ടും നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, നമ്മുടെ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. അതിന് 20 ഹെർട്സിന് താഴെയുള്ളതിനെ നമ്മൾ ഇൻഫ്രാസോണിക് എന്നും 20,000 ഹെർട്സിന് മേലെയുള്ള ശബ്ദത്തെ നമ്മൾ അൾട്രാസോണിക് എന്നും പറയുന്നുണ്ട്. ഈ 20,000 ഹെർട്സ് എന്നുള്ളത് ചിലപ്പോൾ 20 കെ ഹെർട്സ്, കിലോ ഹെർട്സ് എന്നും കൂടെ തരാറുണ്ട്. അതായത് 20 kHz എന്ന് തരാറുണ്ട്. ഇങ്ങനെ തരാം. ഓക്കെ, 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ എന്നുള്ളതിന് അവർ ചിലപ്പോൾ ഇങ്ങനെയും തരാം. ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത് 20K, അതായത് 20 കിലോ ഹെർട്സിൻ്റെ അതിന് മുകളിലുള്ള ശബ്ദപരിധിനെ അറിയപ്പെടുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അത് നമുക്ക് അൾട്രാസോണിക് ആണോ ഇൻഫ്രാസോണിക് ആണോ എന്നുള്ളത് നമുക്ക് ഇത് വ്യക്തമായിട്ട്, ആ ക്വസ്റ്റ്യൻ വ്യക്തമായി വായിച്ചതിന് ശേഷം മാത്രമാണ് അത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നമ്മൾ എക്സാം ഹാളിൽ ക്വസ്റ്റ്യൻസ് വേഗം വായിച്ച് അതിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാനുള്ള ധൃതിയിൽ ചിലപ്പോൾ നമ്മൾ ആ കെ കാണില്ല. ഓക്കെ, അപ്പോൾ 20 ഹെർട്സിന് താഴെയുള്ളത് അല്ലെങ്കിൽ 20 ഹെർട്സിന് മുകളിലുള്ളത് എന്ന് പറഞ്ഞിട്ട് കാണുന്ന സമയത്ത് 20 ഹെർട്സ് എന്നായിരിക്കും നമ്മൾ കാണുള്ളൂ. അപ്പോൾ നമുക്കറിയാവുന്നത് 20 ഹെർട്സിന് താഴെയുള്ളത് ഇൻഫ്രാസോണിക് ആണ് എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ വേഗം മാർക്ക് ചെയ്തേക്കാം. അങ്ങനെ ചെയ്യാതിരിക്കാനായിട്ട് ഇതിങ്ങനെയും എഴുതാം. 20,000 ഹെർട്സിനെ 20 കിലോ ഹെർട്സ് എന്നും കൂടെ എഴുതുന്നുണ്ടാവാം എന്നുള്ളതൊന്നും ഉറപ്പിക്കുക. അപ്പോൾ അഥവാ നമ്മൾ ആ ക്വസ്റ്റ്യൻ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളൊന്ന് രണ്ടാമതും കൂടി ഒന്ന് നോക്കി കറക്റ്റായിട്ട് ആൻസർ ചെയ്താൻ സഹായിക്കും. ഓക്കെ, അപ്പോൾ 20 ഹെർട്സിന് താഴെയുള്ള ശബ്ദങ്ങളെ നമ്മൾ ഇൻഫ്രാസോണിക് എന്നും 20 കിലോ ഹെർട്സ് അല്ലെങ്കിൽ 20,000 ഹെർട്സിന് മുകളിലുള്ള ശബ്ദങ്ങളെ നമ്മൾ അൾട്രാസോണിക് എന്നും പറയും. ഓക്കെ, ഈ അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ച് മുന്നിലുള്ള തടസ്സങ്ങൾ അറിയുന്ന പക്ഷി ഏതാ? നമ്മളുടെ വവ്വാലാണ്. അതുപോലെ ഈ പൂച്ചകൾക്കും കൂടെ എന്ത് കേൾക്കാൻ പറ്റും? ഈ അൾട്രാസോണിക് വേവ്സ് അവർക്കും കൂടി അത് കേൾക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി നമ്മൾ ഈ ശ്രവണ പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓട്ടോസ്കോപ്പ്. ഓക്കെ, നമ്മളുടെ ചെവിൻ്റെ കേൾവിശക്തി പരിശോധിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓട്ടോസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചെവിനെ കുറിച്ചായിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ചെവിയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓട്ടോളജി എന്നുള്ളതാണ് എന്നുള്ളത് ഓർക്കുക. ഇതാണ് ചെവി എന്നുള്ളതും കൂടി ഒന്ന് ഓർക്കുക. ശരീര തുലനാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നതും സഹായിയായിരിക്കുന്ന അവയവവും നമ്മളുടെ ചെവിയാണ് എന്നുള്ളത് ഓർക്കണം. ചെവിയെ നമ്മൾ 3ആയി ഭാഗിച്ചിട്ടുണ്ട്: ബാഹ്യകർണം, മധ്യകർണം, ആന്തരികകർണം എന്ന് പറഞ്ഞിട്ട്. ആ ഓരോ നിലയും ഏതെല്ലാമാണ് അവയവങ്ങളുള്ളത് അല്ലെങ്കിൽ ഭാഗങ്ങളുള്ളത് എന്നുള്ളതെല്ലാം തന്നെ നമ്മൾ നോക്കി. പിന്നെ ഓരോ ഭാഗങ്ങളിലെയും ചെറിയ ചെറിയ നമുക്ക് ആവശ്യമുള്ള പ്രത്യേകതകൾ എന്തെല്ലാമാണ് എന്നുള്ളതും കൂടെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കണ്ണ് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഇന്ദ്രിയങ്ങളിലെ 80% നമുക്ക് ഇന്ദ്രിയാനുഭവങ്ങൾ തരുന്നത് നമ്മളുടെ കണ്ണാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ആ കണ്ണിന് ശേഷം നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്ദ്രിയാനുഭവങ്ങൾ നൽകുന്നത് ഈ ചെവിയാണ്. ഓക്കെ, അതായത് നമ്മളുടെ ബ്രെയിനിലേക്ക്, മസ്തിഷ്കത്തിലേക്ക് ഏറ്റവും കൂടുതൽ ആവേഗങ്ങളെ അയക്കുന്നത് നമ്മളുടെ കണ്ണും അതിനുശേഷം ഏറ്റവും കൂടുതൽ ആവേഗങ്ങൾ അയക്കുന്നത് ചെവിയുമാണ്. ഓക്കെ, അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത്രയും മാത്രമാണ് നമുക്ക് ചെവി എന്ന ഭാഗത്തിൽ നോക്കാനുള്ളത്. അപ്പോൾ നമ്മളുടെ അടുത്ത ജ്ഞാനേന്ദ്രിയ ഭാഗത്തേക്ക് പോകുന്നു. അത് നമ്മളുടെ നാവാണ്. ഓക്കെ, നാവ്.
നാവിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ലാരിങ്കോളജി എന്നാണ്. എങ്ങനെയാണ്? ലാരിങ്കോളജി എന്നാണ് നാവിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. ഇനി നമ്മളുടെ നാവിൽ വ്യത്യസ്ത രുചികൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഭാഗമാണ് സ്വാദുമുകുളങ്ങൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, സ്വാദുമുകുളങ്ങളാണ് നമ്മളുടെ നാവിൽ വ്യത്യസ്ത രുചികൾ തിരിച്ചറിയാൻ സഹായിക്കുന്നത്. അതുപോലെ ഈ രുചികൾ എന്ന് പറയുമ്പോൾ അതിൽ പ്രാഥമിക രുചികൾ എന്നറിയപ്പെടുന്നത് മധുരം, കയ്പ്, പുളി, ഉപ്പ് എന്നിവ ആണ്. ഓക്കെ, മധുരം, കയ്പ്, പുളി, ഉപ്പ് എന്നിവയാണ് പ്രാഥമിക രുചികളായിട്ട് അറിയപ്പെട്ടിരുന്നത്. നാവിന് തിരിച്ചറിയാൻ കഴിയുന്ന 5ാമത്തെ രുചിയാണ് ഉമാമി എന്നറിയപ്പെടുന്നത്. ഉമാമി എന്ന് പറയുന്നത് നമ്മളെ അജിനോമോട്ടോൻ്റെ എല്ലാത്തിൻ്റെയും രുചിയാണ് കേട്ടോ. ഉമാമി എന്നുള്ളതിൻ്റെ ജാപ്പനീസ് ഭാഷയിൽ ഉമാമി എന്ന പദത്തിൻ്റെ അർത്ഥം സന്തോഷകരമായിട്ടുള്ളത് എന്നാണ്. ഓക്കെ, ആ ഉമാമി എന്നുള്ളത് അജിനോമോട്ടോൻ്റെ രുചിയാണ് എന്നുള്ളതും കൂടി ഓർത്ത് വയ്ക്കുക. ജാപ്പനീസ് ഭാഷയിൽ ഉമാമി എന്ന വാക്കിൻ്റെ അർത്ഥം സന്തോഷകരമായിട്ടുള്ളത് എന്നുള്ളതുമാണ്. ഈ ഉമാമി രുചി തരുന്ന ഘടകങ്ങളുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് പാല്, മാംസം, കടൽ വിഭവങ്ങൾ, അതുപോലെ കൂണ്. ഓക്കെ, കൂണ്, കടൽ വിഭവങ്ങൾ, പാല്, മാംസം എന്നിവയിലാണ് ഈ ഉമാമി എന്ന രുചി തരുന്ന ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ നാവിന് തിരിച്ചറിയാൻ കഴിയുന്ന 6ാമത്തെ പ്രാഥമിക രുചിയാണ് ഒലിയോഗസെറ്റഡ്. ഓക്കെ, കൊഴുപ്പിൻ്റെ രുചിയാണത്രേ ഒലിയോഗസെറ്റഡ്. അപ്പോൾ ഇത് 6ാമത്തെ, നാവിന് തിരിച്ചറിയാൻ കഴിയുന്ന 6ാമത്തെ രുചിയാണ് ഈ ഒലിയോഗസെറ്റഡ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് ഈ സ്വാദെല്ലാം അറിയപ്പെടുന്നത് സ്വാദുമുകുളങ്ങൾ വഴിയാണ് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അതിന് നമ്മളുടെ ഈ നാവിൽ ഓരോ പ്രത്യേക സ്ഥലത്തുള്ള സ്വാദുമുകുളങ്ങൾ ഓരോ പ്രത്യേക രുചിയെയാണ് അവർക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുക. നാവിൻ്റെ തുമ്പത്ത് എന്താണ് അറിയപ്പെടുന്നത്? നമ്മളുടെ മധുരമാണ് നാവിൻ്റെ തുമ്പിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കുക. ഇനി നാവിൻ്റെ അതിനുശേഷം നമ്മളുടെ മധുരം അറിയുന്നതിൻ്റെ ആ ഭാഗത്തിന് ശേഷമുള്ളത് നമുക്ക് ഉപ്പ് അല്ലെങ്കിൽ ഉപ്പാണ് അറിയപ്പെടുന്നത്. ഉപ്പിൻ്റെ രുചിയാണ് നമുക്ക് ഇവിടെ അറിയാൻ കഴിയുന്നത്. ഇനി പുളിപ്പ് അറിയാൻ കഴിയുന്നത് അതിന് താഴെയായിട്ട് നമ്മളുടെ നാവിൻ്റെ 2 സൈഡുകളിലായിട്ട് ആണ് നമുക്ക് പുളി അറിയാൻ കഴിയുന്നത്. ഇനി നമുക്ക് കയ്പ് അറിയുന്നത് നാവിൻ്റെ ഏറ്റവും അറ്റത്താണ്. ഓക്കെ, നാവിൻ്റെ ഏറ്റവും അറ്റത്തായിരിക്കും നമുക്ക് എന്തറിയാനായിട്ട് സാധിക്കുന്നത്? നമ്മളുടെ കയ്പ് അറിയാൻ സാധിക്കുന്നത്. നാവിൻ്റെ 2 സൈഡുകളിലായിട്ട് നമുക്ക് പുളി അറിയാൻ സാധിക്കും. നാവിൻ്റെ തുമ്പിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഉപ്പിൻ്റെ രുചി അറിയാൻ സാധിക്കും. നാവിൻ തുമ്പത്ത് നമുക്ക് മധുരം അറിയാനായിട്ട് സാധിക്കും. ഇനി ഇതൊന്നും അല്ലാത്ത നാവിൻ്റെ കറക്റ്റ് സെൻറ്ററിലാണ് നമുക്ക് എന്തറിയാൻ സാധിക്കുന്നത് എന്ന് പറയുന്നത് ഉമാമി എന്ന രുചി. 5ാമത്തെ രുചിയായിട്ടുള്ള ഉമാമി നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് നമ്മുടെ നാവിൻ്റെ നടുവിലായിട്ടാണ് എന്നുള്ളതും കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി 6ാമത്തെ രുചിയായിരുന്നു നമ്മൾ പറഞ്ഞ ഒലിയോഗസെറ്റഡ് എന്നുള്ളത്. ഒലിയോഗസെറ്റഡ് എന്നുള്ളത്. പിന്നെ നാവിൻ്റെ പ്രതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളാണ് പാപ്പില്ലകൾ എന്നറിയപ്പെടുന്നത്. നമ്മൾ ഈ നാവ് ചെറിയൊരു തരിതരാന്ന് നമുക്ക് ഉയർന്നു നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുമല്ലോ. അതിനെയാണ് നമ്മൾ പാപ്പില്ലകൾ എന്ന് പറയുന്നത്. ആ പാപ്പില്ലകൾ കാണപ്പെടുന്ന രാസഗ്രാഹി കോശങ്ങളാണ് സ്വാദുമുകുളങ്ങൾ. ഓക്കെ, അപ്പോൾ സ്വാദുമുകുളങ്ങളിൽ ഉയർന്നു നിൽക്കുന്നതായിട്ട് കാണപ്പെടുന്നതാണ് പാപ്പില്ലകൾ. ഓക്കെ, പിന്നെ നാവിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട നാഡിയാണ് ഹൈപ്പോഗ്ലോസൽ നാഡി. ഓക്കെ, ഹൈപ്പോഗ്ലോസൽ നാഡി എന്നത് നാവിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട നാഡിയാണ്. ഇനി മധുരത്തിനും ഉപ്പിനും കാരണമാകുന്ന സ്വാദുമുകുളങ്ങൾ കാണപ്പെടുന്നത് നാവിൻ്റെ മുൻഭാഗത്താണ് എന്ന് പറഞ്ഞു. പുളിപ്പിന് കാരണമാകുന്ന സ്വാദുമുകുളങ്ങൾ കാണപ്പെടുന്നത് നാവിൻ്റെ ഇരുവശങ്ങളിലാണ്. ഇനി കയ്പിന് കാരണമാകുന്ന സ്വാദുമുകുളങ്ങൾ നാവിൻ്റെ ഉൾവശത്തായിട്ട് കാണപ്പെടുന്നു എന്നുള്ളത് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞു. ഇനി രുചി, മുഖഭാവം എന്നിവയുമായി ബന്ധപ്പെട്ട നാഡിയാണ് ഫേഷ്യൽ നെർവ്. ഓക്കെ, ഇനി നാവിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് റെഡ് ബീഫ് ടങ്. ഈ റെഡ് ബീഫ് ടങ് എന്നുള്ളത് നമ്മളുടെ വിറ്റാമിൻ B12 അപര്യാപ്തത മൂലം കൂടി വരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് നമ്മളുടെ 3ാമത്തെ ജ്ഞാനേന്ദ്രിയമായിട്ടുള്ള നാവിനെ കുറിച്ച് നമുക്ക് നോക്കാനുള്ളത്.
ഓക്കെ, രുചി അറിയാൻ സഹായിക്കുന്നത് രാസഗ്രാഹികളാണ് എന്നുള്ളത് പറഞ്ഞു. അതിൻ്റെ ഇംഗ്ലീഷ് നെയിം കീമോ റിസെപ്റ്റേഴ്സ് എന്നുള്ളതാണ്. ഇവർ നാവിൻ്റെ ഉപരിതലത്തിലായിരിക്കും ഈ രാസഗ്രാഹികൾ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. പിന്നെ പാപ്പിലകളാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നെ പാപ്പില്ലകളിൽ കാണപ്പെടുന്ന രാസഗ്രാഹി കോശങ്ങളാണ് സ്വാദുമുകുളങ്ങൾ എന്ന് പറഞ്ഞു. മധുരം, കയ്പ്, പുളി, ഉപ്പ്, അതുപോലെ 5ാമത്തെ ഉമാമി, 6ാമത്തെ ഒലിയോഗസെറ്റഡ് എന്നുള്ളതെല്ലാമാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് നാവുമായി ബന്ധപ്പെട്ട് നോക്കാനുള്ളത്. അടുത്തത് നമ്മൾ നോക്കാനുള്ളത് നമ്മളുടെ മൂക്കിനെ കുറിച്ച് ആണ്. ഓക്കെ, മൂക്കിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് റൈനോളജി എന്നാണ്. ഓക്കെ, മൂക്കിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് റൈനോളജി, റീനോളജി എന്നെല്ലാം പറയാം. ഓക്കെ, റൈനോളജി, RHI എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള സ്പെല്ലിങ്. അപ്പോൾ അത് റൈ എന്ന് വായിക്കാം, അല്ലെങ്കിൽ റീ എന്നും വായിക്കാം. അപ്പോൾ റിനോളജി അല്ലെങ്കിൽ റൈനോളജി എന്നെല്ലാം കാണപ്പെടുന്നത് മൂക്കിനെ കുറിച്ചുള്ള പഠനമാണ് എന്നുള്ളത് ഓർക്കുക. ഇനി മൂക്ക് എന്നുള്ളത് ഗന്ധം തിരിച്ചറിയാനുള്ള ഒരു ഇന്ദ്രിയമാണ്. ഇനി ഗ്രന്ഥം തിരിച്ചറിയാൻ സഹായിക്കുന്നത് മൂക്കിലുള്ള ഗ്രന്ഥഗ്രാഹികളാണ്. ഓക്കെ, ഗ്രന്ഥഗ്രാഹികളാണ് ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്നത്. അതുപോലെ ഗന്ധഗ്രഹണവുമായി ബന്ധപ്പെട്ട നാഡിയാണ് ഓൾഫാക്ടറി നെർവ്. ഓക്കെ, ഓൾഫാക്ടറി നാഡിയാണ് ഗന്ധം തിരിച്ചറിയാൻ അല്ലെങ്കിൽ ഗന്ധഗ്രഹണവുമായി ബന്ധപ്പെട്ട നാഡി. ഓക്കെ, ഇനി നമ്മൾ ഗന്ധം തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? അത് സെറിബ്രം ആണ്. ഓക്കെ, ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് സെറിബ്രം. ഓക്കെ, അപ്പോൾ മൂക്കിനെ കുറിച്ചുള്ള പഠനം റൈനോളജി. ഗന്ധം തിരിച്ചറിയാനുള്ള ഇന്ദ്രിയമാണ് നമ്മളുടെ മൂക്ക് എന്ന് പറയുന്നത്. ഗന്ധം തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്നത് ഗന്ധഗ്രാഹികളാണ്. ഇനി ഗന്ധഗ്രഹണവുമായി ബന്ധപ്പെട്ട നാഡിയാണ് ഓൾഫാക്ടറി നാഡി എന്ന് പറയുന്നത്. ഇനി ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് സെറിബ്രം എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി നമ്മളുടെ പാമ്പുകൾ, പല്ലികൾ, അതുപോലെ പൂച്ച, എലി തുടങ്ങിയവയിൽ ഗന്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രത്യേക ഭാഗമാണ് ജേക്കബ്സ് ഓർഗൻ. ഓക്കെ, ജേക്കബ്സ് ഓർഗൻ എന്ന് പറയുന്നത് ജേക്കബ്സ് ഓർഗൻ എന്നും ഉണ്ട്, അതുപോലെ ജേക്കബ് സൺസ് ഓർഗൻ എന്നും കാണപ്പെടാറുണ്ട് കേട്ടോ. അപ്പോൾ ജേക്കബ് സൺസ് എന്ന് കണ്ടാലും ജേക്കബ്സ് ഓർഗൻ എന്ന് കണ്ടാലും എന്താണ് അത്? നമ്മളുടെ ഗന്ധം തിരിച്ചറിയാനുള്ള പാമ്പുകൾ, പല്ലികൾ തുടങ്ങിയ ജീവികളിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേക ഭാഗമാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി ഈ ഘ്രാണശക്തി എന്ന് പറയുന്നത് ഗന്ധം തിരിച്ചറിയാനുള്ള ശക്തിനെയാണ്. ഓക്കെ, ഘ്രാണശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഘ്രാണശക്തി ഏറ്റവും കൂടുതലുള്ള ജീവിയാണ് സ്രാവ്. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, നമ്മളുടെ എവിടെയെങ്കിലും ഒരു ബ്ലഡിൻ്റെ കുറച്ചൊന്ന് അംശമുണ്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് സ്രാവുകൾ ഓടി വരുന്നതൊക്കെ ആയിട്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് ഘ്രാണശക്തി ഏറ്റവും കൂടുതലാണ്. ഇനി നമ്മളുടെ കരയിൽ ഘ്രാണശക്തി ഏറ്റവും കൂടുതലുള്ള ജീവി ആരായിരിക്കും? അതായത് സ്രാവിനാണ് ഏറ്റവും കൂടുതൽ ഘ്രാണശക്തി ഉള്ളത്. അത് വെള്ളത്തിലുള്ള ജീവിയാണല്ലോ. അപ്പോൾ നമ്മളുടെ കരയിൽ ജീവിക്കുന്ന ജീവികളിൽ ഘ്രാണശക്തി ഏറ്റവും കൂടുതലുള്ള ജീവി ഏതായിരിക്കാം? അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേ. ഘ്രാണശക്തി ഏറ്റവും കൂടുതലുള്ള കരയിലുള്ള ജീവി ഏത്? അത് ഒബ്വിയസ്ലി ആരായിരിക്കും? നമ്മളുടെ നായ്ക്കൾക്ക് ആയിരിക്കും. അതുകൊണ്ടായിരുന്നല്ലോ നമ്മൾ പോലീസിൽ നായെ കൊണ്ട് മണം പിടിപ്പിച്ചിട്ട് ആ പ്രതിനെ കണ്ടുപിടിക്കാനൊക്കെ സഹായിക്കുന്നത്. അപ്പോൾ നായയാണ് ഘ്രാണശക്തി ഏറ്റവും കൂടുതലുള്ള കരയിലെ ജീവി. ഓക്കെ, ഇനി ഗന്ധം തിരിച്ചറിയാനാകാത്ത അവസ്ഥയാണ് അനോസ്മിയ. അനോസ്മിയ എന്നുള്ളത് ഗന്ധം തിരിച്ചറിയാനാകാത്ത അവസ്ഥയാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഈ കോവിഡ് എല്ലാം വന്നു കഴിഞ്ഞവർക്ക് ഈ ഒരു അവസ്ഥ മനസ്സിലാവും എന്നുള്ളത് വിശ്വസിക്കുന്നു. ഗന്ധം തിരിച്ചറിയാനാകാത്ത അവസ്ഥ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ കൊറോണ വന്ന എല്ലാവർക്കും ഈ അനോസ്മിയ ഉണ്ടായിരുന്നു എന്നുള്ളത്? അല്ലേ? അപ്പോൾ ഗന്ധം തിരിച്ചറിയാനാകാത്ത അവസ്ഥയാണ് അനോസ്മിയ. ഓക്കെ, ഇനി മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം എപ്പിസ്റ്റാക്സിസ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം അറിയപ്പെടുന്നത് എപ്പിസ്റ്റാക്സിസ് എന്നാണ്. ഇനി ശ്വസനം എന്നുള്ളതിന് സഹായിക്കുന്നത് നമ്മളുടെ മൂക്കാണല്ലോ. അപ്പോൾ 3 തരത്തിലുള്ള ശ്വസനം സാധ്യമാകുന്ന ജീവിയാണ് തവള.
ഓക്കെ, ശ്വാസകോശം വഴിയും ത്വക്ക് വഴിയും വായ്ക്കുള്ളിലെ ശ്ലേഷ്മസ്തരം വഴിയും എല്ലാം തന്നെ ആർക്ക് ശ്വസിക്കാൻ കഴിയും? തവളയ്ക്ക് ശ്വസിക്കാനായിട്ട് കഴിയും എന്നുള്ളത് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി നമ്മളുടെ മൂക്ക് എന്ന് പറയുന്നത് നമുക്കിങ്ങനെ ഒരു സ്റ്റേഡി ആയിട്ട് ഇങ്ങനെ ഒരു ബലമുള്ളതുപോലെ തോന്നും എന്നുണ്ടെങ്കിലും ഇവിടെ മൂക്കിലുള്ളതൊന്നും എന്തല്ല, കറക്റ്റായിട്ട് നമുക്ക് എല്ലാണ് എന്ന് പറയാൻ പറ്റില്ല. മൂക്ക് നിർമ്മിച്ചിരിക്കുന്നത് തരുണാസ്ഥിയാലാണ്. തരുണാസ്ഥികൾ കൊണ്ടാണ് നമ്മളുടെ മൂക്ക് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അതുകൊണ്ടാണ് പെട്ടെന്ന് അത് പൊട്ടിപ്പോകുന്നത്. എന്തെങ്കിലും ഇടുക്കി എന്തെങ്കിലും മുട്ട എല്ലാം ചെയ്തു എന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മളുടെ മൂക്കിൻ്റെ അസ്ഥികൾ പൊട്ടാറുണ്ട്. അതിന് കാരണം അത് ശരിക്കും അസ്ഥി അല്ല, അത് എല്ലല്ല, അത് തരുണാസ്ഥികൾ കൊണ്ടാണ് മൂക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു മൂക്കിനെ കുറിച്ചുള്ള പഠനം റൈനോളജി ആണ് അല്ലെങ്കിൽ റിനോളജി ആണ് എന്നുള്ളത് പറഞ്ഞു. എന്നാൽ ഗന്ധങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓൾഫാക്ടോളജി എന്നാണ്. ഓൾഫാക്ടോളജി എന്നാണ് ഗന്ധങ്ങളെ കുറിച്ചുള്ള പഠനം എന്നുള്ളതും കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് മൂക്കിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പം നമുക്ക് നമ്മളുടെ 5ാമത്തെ ഇന്ദ്രിയമായിട്ടുള്ള ത്വക്കിനെ കുറിച്ച് നോക്കാം. ത്വക്കിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഡെർമറ്റോളജി എന്നാണ്. ഓക്കെ, ത്വക്കിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഡെർമറ്റോളജി എന്നാണ്. അതുപോലെ നമ്മളുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഈ ത്വക്കിൻ്റെ ഫങ്ഷൻ എന്തെല്ലാമാണെന്ന് നോക്കിയാൽ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ താപനില സ്ഥിരമായി നിലനിർത്തുന്ന അവയവമാണ് നമ്മളുടെ ത്വക്ക് എന്ന് പറയുന്നത്. അതുപോലെ വൃക്കകൾ, കരൾ എന്നിവ കൂടാതെ വിസർജന പ്രക്രിയയിൽ പങ്കുവയ്ക്കുന്ന മറ്റൊരു അവയവമാണ് ത്വക്ക് എന്നുള്ളത് ഓർക്കുക. പ്രധാന ധർമ്മം എന്ന് പറയുന്നത് നമ്മളെ ശരീര ഊഷ്മാവ് നിലനിർത്തുക എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ അവരെന്തും കൂടെ ഉൾപ്പെടുന്നുണ്ട്, വിസർജന പ്രക്രിയയിൽ പങ്കുവഹിക്കുന്നുമുണ്ട്. ഓക്കെ, ഇനി നമ്മളുടെ ത്വക്കുകൾക്കെല്ലാം ഓരോരുത്തർക്കും ഓരോ നിറമായിരിക്കുമല്ലോ. അതിന് കാരണം നമ്മളുടെ ശരീരത്തിലുള്ള അല്ലെങ്കിൽ ത്വക്കിലുള്ള മെലാനിൻ്റെ അളവിലുള്ള വ്യത്യാസമാണ്. അപ്പം ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ. അപ്പം മെലാനിൻ്റെ അളവ് നമ്മളുടെ ത്വക്കിൽ കൂടുതലാണെങ്കിൽ നമ്മളുടെ സ്കിന്ന് അല്ലെങ്കിൽ നമ്മളുടെ ത്വക്ക് കൂടുതൽ ഡാർക്കറായിട്ടുണ്ടാവും. ഇല്ല, മെലാനിൻ്റെ അളവ് വളരെയധികം കുറവാണ് അല്ലെങ്കിൽ അതിനേക്കാളും കുറവാണ് എന്നുള്ളതുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നെല്ലാം ലൈറ്ററായിട്ട്, അതായത് കൂടുതൽ വെളുത്തതായിട്ട് വരികയും ചെയ്യും. ഓക്കെ, ഇനി അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും നമ്മളുടെ ശരീരത്തെ സംരക്ഷിക്കുന്നത് ഈ മെലാനിൻ എന്ന വർണ്ണവസ്തുവാണ്. ഓക്കെ, ഈ മെലാനിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ആൽബിനിസം. ആൽബിനിസം എന്നുള്ളത് മെലാനിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗം ആണ്. അപ്പോൾ രോഗപ്രതിരോധത്തിനും ജലാംശ ക്രമീകരണത്തിനും ഊഷ്മാവ് നിയന്ത്രണത്തിനും എല്ലാത്തിനും കൂടിയിട്ടാണ് നമ്മളുടെ ത്വക്ക് നമ്മളെ സഹായിക്കുന്നത്. ഓക്കെ, ഇനി നമ്മളുടെ ത്വക്കിൻ്റെ ഏറ്റവും പുറമേ ഉള്ള പാളിയാണ് എപ്പിഡെർമിസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ത്വക്കിൻ്റെ പുറം പാളി എപ്പിഡെർമിസ് എന്നാണ് അറിയപ്പെടുന്നത്. ത്വക്കിൻ്റെ ഉൾപാളി അറിയപ്പെടുന്നത് ഡെർമിസ് എന്നാണ്. ഇനി ത്വക്കിലെ ഏറ്റവും കട്ടി കുറഞ്ഞ പാളിയാണ് അതിചർമ്മം എന്നുള്ളത് അറിയപ്പെടുന്നത്. ഈ അതിചർമ്മം ഉരുണ്ടുകൂടി ഉണ്ടാകുന്ന ചെറിയ മുഴകളെയാണ് നമ്മൾ അരിമ്പാറ എന്ന് പറയുന്നത്. ഈ അരിമ്പാറയ്ക്ക് എന്താ കാരണം എന്നുള്ളത് PSC ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് HPV ആണ് ആ അരിമ്പാറയ്ക്ക് കാരണമായിട്ട് വരുന്നത്. അപ്പോൾ ഈ എപ്പിഡെർമിസ് എന്നുള്ളത് എന്താണ്, ഏറ്റവും പുറം പാളിയാണ് എന്നുള്ളത് ഓർക്കുക. ഇനി ഡെർമ എന്നുള്ളൊരു ഇത്രയും പോകുന്ന ഡെഫിനറ്റായിട്ട് നമ്മൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ആ ഡെർമ എന്നുള്ള ആ റീജിയനിൽ വെച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്, നമ്മളുടെ ശരീരത്തിലുള്ള രോമങ്ങളെല്ലാം തന്നെ തുടങ്ങുന്നത് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി അവിടെ എന്തുണ്ട്, സ്വെറ്റ് പോൾ ഉണ്ട്. അതായത് നമ്മളുടെ ശരീരത്തിലെ വിയർപ്പ് ഗ്രന്ഥികൾ എന്ന് പറയുന്നത് ഈ ഡെർമ എന്നുള്ള റീജിയനിലാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്നത് എല്ലാം തന്നെ നമ്മളുടെ ഫാറ്റ് എല്ലാം അടിഞ്ഞുകൂടുന്ന സ്ഥലമാണ് ഈ ഹൈപ്പോഡെർമിസ് എന്നുള്ളത്. അതിന് ശേഷമാണ് എന്തുണ്ടാവുന്നത്, മസിലിൽ ലെയർ ഉണ്ടാവുന്നത്. ഇനി നമ്മളുടെ ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകമാണ് സീബം.
ഓക്കെ, അതും നമ്മളുടെ ഈ സ്വെറ്റ് ഗ്ലാൻസ് വഴിയാണ് പുറത്തു വരുന്നത്. അപ്പോൾ നമ്മളുടെ ത്വക്കിനും നമ്മളുടെ ശരീരത്തുള്ള രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകമാണ് സീബം എന്നുള്ളത് ഓർക്കുക. ഇനി ത്വക്കിനെ ബാധിക്കുന്ന രോഗങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സിമ, സോറിയാസിസ്, മെലനോമ, പാണ്ട്, കാൻഡിഡൈസിസ്, ഡെർമറ്റൈറ്റിസ് എന്നിവയാണ് ത്വക്കിനെ ബാധിക്കുന്ന രോഗങ്ങൾ. എന്തെല്ലാമാണ്? എക്സിമ, സോറിയാസിസ്, മെലനോമ, പാണ്ട്, കാൻഡിഡൈസിസ്, ഡെർമറ്റൈറ്റിസ് എന്നിവയാണ് ത്വക്കിനെ ബാധിക്കുന്ന രോഗങ്ങൾ. ഇനി സോറിയാസിസ് എന്നുള്ളത് എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും. അതെന്ന് പറയുന്നത് തൊലിയുടെ മുകളിലത്തെ പാളിയായ അതിചർമ്മത്തിൻ്റെ മേൽപ്പാട അടർന്നു വീഴുന്ന രോഗം ആണ്. അതായത് ഒരു പ്രത്യേക സ്ഥലത്തുള്ള സ്കിന്നിൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് അവിടെ ഇങ്ങനെ ഫ്ലേക്സ് ആയിട്ട്, അതായത് നമ്മളെ തലയിൽ താരൻ അല്ലെങ്കിൽ ഡാൻഡ്രഫ് എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതിങ്ങനെ വെള്ളവെള്ളയായിട്ട് ഇങ്ങനെ വെളിയിലും, അല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ല അധികമായിട്ടുള്ള ഡാൻഡ്രഫ് ആണെങ്കിൽ അതിങ്ങനെ ഒരു ഫ്ലേക്സ് പോലെ വരില്ലേ, അപ്പോൾ അതുപോലെ നമ്മളുടെ ശരീരത്തിൽ തന്നെ വരുന്നതിനെയാണ് നമ്മൾ സോറിയാസിസ് എന്ന് പറയുന്നത്. സോറിയാസിസ് ദിനം ഒക്ടോബർ 29 സോറിയാസിസ് ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, ഒക്ടോബർ 29. ഓക്കെ, പിന്നെ ഒരു ഫൺ ഫാക്ട് എന്താണെന്ന് വെച്ചാൽ മനുഷ്യ ശരീരത്തിൻ്റെ തൊലി മുഴുവൻ മാറി പുതിയതാകാൻ 30 ദിവസം സമയം എടുക്കുന്നു. അതായത് നമ്മളിപ്പം പാമ്പിൻ്റെ എല്ലാം ഒരു ഇത് കാണാറില്ലേ, അതായത് അവർ വളയൂരുക എന്ന് പറയില്ലേ, പാമ്പ് മേലത്തെ തൊലിനെ ഒന്ന് പൊഴിച്ച് വീണ്ടും കൂടുതൽ ഷൈനി ആയിട്ട് വരാനാണ് ഈ പുറത്തെ തൊലി അവർ കളയുന്നത്. കുറച്ച് ഉണങ്ങി കഴിഞ്ഞിട്ടുള്ള തൊലിയെല്ലാം അവരിങ്ങനെ വിട്ട് പുതിയ കൂടുതൽ ഗ്ലോയി ആയിട്ടായിരിക്കും പാമ്പ് വളയൂരി കഴിഞ്ഞെന്ന് വെച്ചാൽ ഉണ്ടാവുക. അതുപോലെ നമ്മളും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളും നമ്മുടെ ശരീരത്തുള്ള മുഴുവൻ ശരീരത്തിലെ എല്ലാ തൊലിൻ്റെ പുറമേയുള്ള ഭാഗവും നമ്മളും മാറ്റുന്നുണ്ട്. പക്ഷെ നമ്മൾ അവരെ പോലെ ഒറ്റയടിക്കല്ല മാറ്റുന്നത്, നമ്മളൊരു 30 ദിവസം എടുത്ത് കുറച്ചായിട്ടാണ് നമ്മൾ കളയുന്നത്. അതുപോലെ വേറൊരു ഫൺ ഫാക്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ റൂംസ് എല്ലാം അടിച്ചു വരുന്ന സമയത്ത്, അതായത് ഇപ്പോൾ കാറ്റൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ റൂം അടിച്ചു വരുമ്പോൾ എങ്ങനെയാണെങ്കിലും എപ്പോഴാണെങ്കിലും പൊടികളുണ്ടാവുമല്ലോ. ആ പൊടികളിൽ കൂടുതൽ ശതമാനവും ഉണ്ടാവുന്നത് നമ്മളുടെ ശരീരത്തിലെ തൊലിയാണ്. ഓക്കെ, നമ്മളുടെ ശരീരത്തിലെ തൊലി അടർന്ന് വീണിട്ടാണ് കൂടുതലായിട്ടും നമ്മളുടെ റൂംസിലെല്ലാം ഉണ്ടാവുന്ന പൊടികൾ ഉണ്ടാവുന്നത്. ഓക്കെ, അതുപോലെ നമ്മുടെ ബെഡിലെല്ലാം ദിവസം നമ്മൾ വിരിക്കുന്ന സമയത്ത് ദിവസവും അതിൽ പൊടി ഉണ്ടാവുമല്ലോ. ആ പൊടിയിൽ മേജർ പങ്കും ഉള്ളത് നമ്മളുടെ തന്നെയായിട്ടുള്ള സ്കിന്നിനാണ് എന്നുള്ളതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇതൊരു ഫൺ ഫാക്റ്റാണ് കേട്ടോ, ഇതൊന്നും നമുക്ക് PSC ചോദിക്കില്ല. ഇനി ത്വക്കിലൂടെ തിരിച്ചറിയാൻ സാധിക്കുന്ന സംവേദങ്ങൾ എന്തെല്ലാമാണ്? സ്പർശം, മർദ്ദം, ചൂട്, തണുപ്പ്, വേദന എന്നിവയാണ് നമുക്ക് ത്വക്കിലൂടെ അറിയുന്നത്. സ്പർശം അറിയാം, മർദ്ദം അറിയാം, ചൂടറിയാം, തണുപ്പറിയാം, വേദനയും അറിയുന്നതെല്ലാം തന്നെ നമുക്ക് ത്വക്കിലൂടെ തിരിച്ചറിയാൻ സംവേദങ്ങൾ ആണ്. ഓക്കെ, നമ്മളുടെ ബ്ലഡ് പ്രഷറെല്ലാം എടുക്കുന്ന സമയത്ത് നമ്മളുടെ കൈ ഇങ്ങനെ നല്ല പ്രഷറൈസ്ഡ് ആവുന്ന സമയത്ത് അത് നമുക്ക് അറിയുന്നത് നമ്മളുടെ ത്വക്കിലൂടെയാണ് കേട്ടോ. ഇനി ത്വക്കിലെ വിസർജന ഗ്രന്ഥികളാണ് സ്വേദഗ്രന്ഥികൾ, സ്വെറ്റ് ഗ്ലാൻസ്, അതുപോലെ തന്നെ സെബേഷ്യസ് ഗ്രന്ഥികൾ, സെബേഷ്യസ് ഗ്ലാൻഡ് എന്നിവ. അപ്പോൾ നമ്മുടെ ത്വക്കിൽ സ്വെറ്റ് ഗ്ലാൻസും സെബേഷ്യസ് ഗ്ലാൻസും ഉണ്ട്, പക്ഷെ അത് രണ്ടും പുറത്ത് വരുന്നത് ഒരേ ഓട്ടയിലൂടെയാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി നമ്മളുടെ ത്വക്കിൻ്റെ ഉപരിഭാഗം നിർമ്മിതമായിരിക്കുന്ന പ്രോട്ടീനാണ് കെരാറ്റിൻ. അപ്പോൾ നമ്മളുടെ ത്വക്കിൻ്റെ ഉപരിഭാഗം നിർമ്മിച്ചിരിക്കുന്ന പ്രോട്ടീനാണ് കെരാറ്റിൻ എന്നുള്ളത് ഓർക്കുക. നമ്മളുടെ ശരീരത്തിലെ രോമം, മുടി, നഖം എന്നിവയെല്ലാം തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പ്രോട്ടീനാണ് കെരാറ്റിൻ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ത്വക്കിൻ്റെ ഉപരിഭാഗവും ശരീരത്തിലെ രോമം, മുടി, നഖം എന്നിവയെല്ലാം തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പ്രോട്ടീനാണ് കെരാറ്റിൻ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി നമ്മളുടെ മനുഷ്യ ശരീരത്തിലെ ത്വക്കിൻ്റെ ആകെ ഭാരം എന്ന് പറയുന്നത് 6 മുതൽ 9 കിലോ ആണ്. ഓക്കെ, ഇനി നമ്മളുടെ ത്വക്കിലാണ് ജീവകം D നിർമ്മിക്കപ്പെടുന്നത് എന്നുള്ളതും കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക.
അപ്പോൾ ഇത്രയും നോക്കിയെന്നുണ്ടെങ്കിൽ നമുക്ക് ത്വക്കിനെ കുറിച്ച് അറിയാനുള്ള നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിൻറ്റ്സും തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, അതുപോലെ തന്നെ ത്വക്ക് എന്നീ 5 ജ്ഞാനേന്ദ്രിയങ്ങളെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും പോയിൻറ്റ്സുകളും നമ്മൾ നോക്കിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം തന്നെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്നുള്ളതും കൂടെ ഒന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ സർപ്രൈസിനെ കുറിച്ച് മറക്കുകയും അരുത്. നിങ്ങൾക്കത് എന്തായാലും ഒരു പ്ലസൻറ്റ് സർപ്രൈസ് ആയിരിക്കും. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർപ്രൈസ് കൂടിയാണത്, ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണത്. അതെന്താണെന്നുള്ളത് ഗസ് ചെയ്തിട്ട് നമ്മളുടെ കമൻറ്റ് സെക്ഷനിലൊന്ന് അറിയിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, നമ്മൾ എന്ത് സർപ്രൈസാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ഗസ് ചെയ്തിട്ട് നമ്മളുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്കിന്ന് ത്വക്കിനെക്കുറിച്ചും അതുപോലെ നാവിനെക്കുറിച്ചും ചെവിയെക്കുറിച്ചും മൂക്കിനെക്കുറിച്ചും എല്ലാത്തിനെക്കുറിച്ചും നമുക്ക് നോക്കാനുണ്ടായിരുന്നത്. അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരാം. അതുവരേക്കും ബൈ, താങ്ക് യു.